ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് അമ്മയാടും കുഞ്ഞുങ്ങളും. പണ്ടൊരിടത്ത് ഒരു അമ്മയാട് ഉണ്ടായിരുന്നു. ആ അമ്മയാടിന് 5 കുഞ്ഞുങ്ങളായിരുന്നു. ഒരു ദിവസം അമ്മയാട് തീറ്റ തേടുവാൻ പോവുകയായിരുന്നു. അപ്പോൾ അമ്മയാട് കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ആരും ഒന്ന് വിളിച്ചാലും വാതിൽ തുറക്കരുത്, ഞാൻ വന്ന് വിളിച്ചാൽ മാത്രം തുറന്നാൽ മതി. അപ്പോൾ കുഞ്ഞുങ്ങൾ അമ്മയാടിനോട് ചോദിച്ചു, അമ്മയാണ് വിളിക്കുന്നത്, ഞങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാവും? അമ്മയോട് മറുപടി പറഞ്ഞു, ഞാൻ വന്നൊരു പാട്ട് പാടാം, ആ പാട്ട് കേട്ട് നിങ്ങൾ തുറന്നാൽ മതി. എന്നിട്ടിങ്ങനെ പാടി, പുന്നാര മക്കളെ, തലച്ചിത്ത മക്കളെ, പുല്ലിൽ കളിക്കുന്നവരമ്മതൻ പൂക്കളെ, സാക്ഷായി എടുക്കുവിൻ, വാതിൽ തുറക്കുവിൻ, സാക്ഷായി ജനയെ ഉള്ളിൽ കടത്തുവിൻ. അതും പറഞ്ഞ് അമ്മയാട് തീറ്റ തേടുവാൻ പോയി. കുഞ്ഞുങ്ങൾ വീട്ടിൽ കയറി സാക്ഷിയിട്ടു. ഇതെല്ലാം കേട്ട് വീട്ടിൻ്റെ അടുത്തുള്ള വലിയ നാലുമരത്തിൻ്റെ താഴെ ഒരു കുറുക്കൻ കേൾക്കുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് കുറുക്കൻ വന്ന അയ്യ പാട്ടുപാടി, പുന്നാര മക്കളെ, തലവീർത്ത മക്കളെ, പുല്ലിൽ കളിക്കുന്നവരമ്മതൻ പൂക്കളെ, സാക്ഷായി എടുക്കുവിൻ, വാതിൽ തുറക്കുവിൻ, സാക്ഷായി ജനയെ ഉള്ളിൽ കടത്തുവിൻ. കുഞ്ഞുങ്ങൾ ഇത് കേട്ടതും വാതിൽ തുറന്നു. കുഞ്ഞുങ്ങൾ കുറുക്കനെ കണ്ടതും ചെതറി ഓടാൻ തുടങ്ങി. കുറുക്കൻ കുഞ്ഞുങ്ങളെല്ലാം വീങ്ങി ദൂരെ ഓടിപ്പോയി. കുറച്ചു നേരം കഴിഞ്ഞ് കൈനലെ പലഹാരവുമായി അമ്മയോട് തിരിച്ചെത്തി. എന്നിട്ടിങ്ങനെ പാടി, പുന്നാര മക്കളെ, തലവീർത്ത മക്കളെ, പുല്ലിൽ കളിക്കുന്നവരമ്മതൻ പൂക്കളെ, സാക്ഷായി എടുക്കുവിൻ, വാതിൽ തുറക്കുവിൻ, സാക്ഷായി ജനയെ ഉള്ളിൽ കടത്തുവിൻ. വാതിൽ തുറന്നില്ല. അമ്മയോട് വാതിൽ മുട്ടി. വാതിൽ തുറന്നു. അമ്മയോട് കുറുക്കന്റെ കാൽപ്പാടുകൾ കണ്ടു. കാരണം നാവൽമരത്തിന്റെ താഴെ നിറയെ ചൊളയായിരുന്നു. അതിൽ ചവിട്ടിയായിരുന്നു കുറുക്കൻ അഴുത്ത് കയറിയത്. അതുകൊണ്ട് കാൽപ്പാടുകൾ പതിനെട്ടുണ്ടായിരുന്നു. അമ്മയോടിന് മനസ്സിലായി തന്റെ കുഞ്ഞുങ്ങളെ പിടിച്ചത് കുറുക്കനാണെന്ന്. കാൽപ്പാടുകൾ പിന്തുടർന്നുപോയി കുറുക്കന്റെ സ്ഥലത്തെത്തി. കുറുക്കൻ അമ്മയോടിനെ കണ്ടതും ഓടാൻ തുടങ്ങി. അമ്മയോട് ഓടി കുറുക്കന്റെ മേൽ കുത്തി. കുറുക്കന്റെ വയറ് പൊളിഞ്ഞു. കുഞ്ഞുങ്ങളെല്ലാം പുറത്തു വന്നു. അമ്മയെ കുഞ്ഞുങ്ങൾ